അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം ശ്രദ്ധയിൽപ്പെട്ട ഒരു വീഡിയോ, ആ വീഡിയോ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്ലേ ചെയ്ത് കാണിക്കാം. അതിനു മുൻപ് അതിൽ പറയുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഒരു ഉമ്മയ്ക്കും പ്രായമായ ഒരു ഉമ്മയ്ക്കും വാപ്പയ്ക്കും സംഭവിച്ച അവരുടെ മക്കളിൽ നിന്നുണ്ടായ ഒരു ദുരനുഭവത്തെയാണ് ഈ വീഡിയോ തുറന്നു കാട്ടാൻ ശ്രമിക്കുന്നത്. വലിയ മണിമാളിക പണിത് ആ വീട്ടിൽ ഉമ്മയെയും ബാപ്പയെയും തനിച്ചാക്കി അവരെ കാര്യങ്ങൾ അറിയാൻ, അവരുടെ വിശേഷങ്ങൾ അറിയാൻ വീടിന് ചുറ്റും നിരീക്ഷണ ക്യാമറകൾ സംവിധാനിച്ച് പ്രവാസ ലോകത്തേക്ക് പോവുകയും ഭാര്യയെയും മക്കളെയും കൂടെ കൊണ്ടുപോയി അവർക്ക് അവിടെ പഠിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുത്ത് ഭർത്താവ് ജോലിക്ക് പോവുകയും അവർക്ക് വേണ്ടിയുള്ള എല്ലാം ചെയ്തു കൊടുത്ത് ഭാര്യയും അവിടെ കഴിയുന്നു. മാസാമാസം ഉമ്മയുടെ കാര്യങ്ങൾ, ഉപ്പയുടെ കാര്യങ്ങൾ നോക്കാൻ ആവശ്യമായ പണം അയച്ചു കൊടുക്കുകയും അങ്ങനെ പണം കൊണ്ട് മാത്രം ഒരു ഉമ്മയ്ക്കും ഉപ്പയ്ക്കും മുന്നോട്ട് കൊണ്ടുപോകാൻ അവരുടെ ജീവിതം മുന്നോട്ട് നയിക്കാൻ സാധിക്കുമെന്ന രീതിയിൽ ആ രീതിയിൽ മനസ്സിലാക്കി അങ്ങനെ കുറെ പണം അയച്ചു കൊടുക്കുകയും അവസാനം മകന്റെയും ഭാര്യയുടെയും മാനസികമായ ഉപദ്രവത്തിൽ മനം നൊന്ത് മരണപ്പെട്ടു പോയ ഒരു ഉമ്മയുടെ കഥയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് കേൾപ്പിക്കുന്നത്. നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് അതൊന്ന് കാണാം. മകൻ തറവാട് വീട് പൊളിച്ചു. പുതിയൊരു 4000 സ്ക്വയർ ഫീറ്റിൽ ഒരു മണിമാളിക പണിതു. അവിടെ 2 വാച്ച്മാൻമാരെ നിർത്തി. അത് പ്രിയപ്പെട്ട ഉമ്മയും 70 വയസ്സ് കഴിഞ്ഞ ബാപ്പയുമാണ്. ചുറ്റും ക്യാമറയുണ്ട്. ഉമ്മയുടെയും ബാപ്പയുടെയും പ്രൊട്ടക്ഷന് വേണ്ടി മകൻ ചെയ്തതാണ്. അവനും അവന്റെ ഭാര്യയും അവന്റെ പ്രിയപ്പെട്ട മക്കളും അങ്ങ് ദുബായിലാണ്, പ്രവാസ ലോകത്ത്. മക്കൾക്ക് പഠിക്കണം, അവന് ജോലിക്ക് പോകണം, അതുകൊണ്ട് കൊണ്ടുപോയതാണ്. പലപ്പോഴും ഉമ്മയ്ക്കും ഉപ്പയ്ക്കും ഒക്കെ അസുഖമാകുമ്പോ മോള് വരും, എന്താണ് വിശേഷങ്ങൾ എന്നറിയാൻ. അത് കഴിഞ്ഞ് അവൾ പോവുകയും ചെയ്യും. ഭർത്താവ് നാട്ടിലാണ്, മക്കൾക്ക് പരീക്ഷയാണ്, അവൾക്ക് ഇവിടെ വന്ന് എപ്പോഴും നിൽക്കാൻ കഴിയില്ലല്ലോ. ഏകദേശം 1 മാസത്തോളമായി മകൻ ഫോൺ ചെയ്തിട്ട് വിളിക്കുന്നില്ല. അങ്ങോട്ട് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നുമില്ല. കുറെ തവണ ഈ ഉമ്മ ആരുടെയൊക്കെയോ കനിവ് കൊണ്ട് വിളിച്ചു. കാരണം ഉമ്മക്ക് വിളിക്കാൻ അറിഞ്ഞുകൂടാ. പലരെയും വിളിച്ച് എടാ മോനെ, എന്റെ മോൻക്കൊന്ന് വിളിക്കടാ എന്ന് പറയും. അങ്ങനെ ഫോൺ ചെയ്യും, പക്ഷേ അവൻ എടുക്കില്ല. ഏകദേശം 15 ദിവസം മുമ്പാണ് അവൻ തിരിച്ചു വിളിക്കുന്നത്. വിളിച്ചവൻ ചോദിച്ചു, എന്നെയും എന്റെ മക്കളെയും കുറിച്ച് പറയാനുള്ളതൊക്കെ പറഞ്ഞു തീർന്നില്ലേ? ഇനി എന്താണ് ഉമ്മക്ക് ഞങ്ങളെ പറ്റി പറയാനുള്ളത്? ഉമ്മയ്ക്കൊന്നും മനസ്സിലായില്ല. ഉമ്മ ചോദിച്ചു, എന്താണ് നീ പറയണത്? ഞാന് ഒന്നും പറയാൻ വെച്ചതല്ലേട്ടാ, പാപ്പാക്ക് മരുന്ന് വാങ്ങാനുണ്ട്, ആ പൈസ മറക്കണ്ട. അറ്റാക്ക് കഴിഞ്ഞ് ഓപ്പറേഷൻ കഴിഞ്ഞ് ഏകദേശം 4000 രൂപ ഒരു മാസം മരുന്നിന് ചെലവുണ്ട്. പാപ്പ ഏകദേശം 10 ദിവസമായി മരുന്ന് കഴിച്ചിട്ട്. ഞാൻ കടം വാങ്ങാൻ പറഞ്ഞു നോക്കി പാപ്പാനോട്. പാപ്പ പറയണത്, ഈ മണിമാളികയിൽ കഴിയേണ്ട ഞാൻ എങ്ങനെയാടി മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് കടം വാങ്ങുന്നതെന്നാ ചോദിക്കുന്നത്. ഇപ്പം മരുന്ന് കഴിച്ചിട്ട് 10 ദിവസമായി, അതൊന്നും എന്നോട് പറയാനാ ഇത്ര ദിവസമായിട്ട് ഞാൻ വിളിച്ചിരുന്നത്. ആ ഉമ്മ ഒരു ഇറ്റ് കണ്ണീർ വാർത്തുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു. പിന്നീട് അവരുടെ മകൾ വന്നപ്പോ മോന് വിളിച്ച കാര്യം പറഞ്ഞു. അവൻ ദേഷ്യത്തിലാണ്, ഫോൺ വിളിച്ചെടുക്കുന്നില്ല, എന്താണെന്ന് അറിയില്ല. ആ സമയത്താണ് മകളുടെ മകൻ, +1 പഠിക്കുന്ന മകൻ പറയണത്, മമ്മ നിങ്ങൾ ഇവിടെ പറയണതൊക്കെ മാമനും അമ്മായും അവിടെ ഇരുന്നിട്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. മമ്മ നിങ്ങളിവിടെ ചെയ്യണത് മാത്രമല്ല, നിങ്ങളിവിടെ പറയണതെല്ലാം മാമനും മാമിയും ഇരുന്ന് അവിടെ നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. ഇത് വോയിസ് കൂടി കിട്ടുന്ന ക്യാമറയാട്ടോ മാമന് ഇവിടൊക്കെ വെച്ചിരിക്കണേന്ന്. അപ്പോഴാണ് 60 വയസ്സ് കഴിഞ്ഞ ആ പാവപ്പെട്ട ഉമ്മ കാര്യം തിരിച്ചറിയണത്. എപ്പോഴെങ്കിലൊക്കെ ആരെങ്കിലും മരുമകളെ പറ്റി ചോദിക്കുമ്പോ അവരെന്തെങ്കിലുമൊക്കെ പറയും. കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പാണ് ആഴ്ചയിൽ 2 ദിവസം വീട് വൃത്തിയാക്കാൻ വരുന്ന ഒരു ചേച്ചിയുണ്ട്. ചേച്ചി ചോദിച്ചത്, അല്ല താത്ത, നിങ്ങളുടെ മരുകളോട് കുറച്ച് ദിവസം ഇവിടെ വന്ന് നിൽക്കാൻ പറഞ്ഞൂടെ? അവർക്ക് അവിടെ ജോലിയൊന്നുമില്ലല്ലോ. ഇപ്പോഴാണെങ്കിൽ അവിടൊക്കെ സ്കൂള് കുട്ടിയെന്നാ പറയണ കേൾക്കണത്. ഈ പാവം ഉമ്മ പറഞ്ഞു, അല്ല അവൻക്ക് ജോലിക്ക് എന്തെങ്കിലും പോകാണ്ടാവും, അവൻക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണ്ടേ, അവിടെ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. എന്നാലും ഇടയ്ക്കൊക്കെ ഒന്ന് വന്ന് നിൽക്കായിരുന്നു. പിന്നെയും ഈ ചേച്ചി പറഞ്ഞു, അല്ലമ്മ നിങ്ങൾക്ക് വയ്യാത്തതും ഉപ്പാക്ക് വയ്യാത്തൊക്കെ മോൻക്ക് അറിയണല്ലേ, ഒന്ന് നിർത്തിക്കൂടെ എന്ന്. അറിയാതെ എന്തോ ഈ ഉമ്മയുടെ വായിൽ നിന്ന് മരുമോളെ പറ്റി പറഞ്ഞു പോയി. പക്ഷേ അതെല്ലാം അങ്ങ് പ്രവാസ ലോകത്തിരുന്ന് ഇവനും ഇവളും സുന്ദരമായി കേട്ടു. നിങ്ങളല്ലേ എന്നെ പറ്റി കുറ്റം പറഞ്ഞിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് ഇനി നിങ്ങൾ ഉമ്മാക്കിനി വിളിക്കാൻ നിൽക്കരുത്, വാപ്പ കുറച്ച് അനുഭവിക്കട്ടെ,
മരുന്നിന് പൈസ പോലെ ആക്കാക്കേണ്ടത് നിങ്ങൾ മാത്രമല്ലല്ലോ മക്കളുള്ളത്, വേറില്ലേ രണ്ടാൺകുട്ടികള്, അവരെ നോക്കണില്ലല്ലോ. ഇതാണ് അവളുടെ വർത്തമാനം. അന്ന് തന്നെ പേരക്കുട്ടീനെ കൊണ്ട് മോൻക്ക് വിളിച്ചു. എടാ ഇവിടെ ഇന്നെ നോക്കാൻ ക്യാമറ മറ്റ് ഇന്റെ വർത്താനം മുഴുവൻ ഊറ്റിയെടുക്കാനുള്ള ക്യാമറയല്ലേ വെച്ചിക്കണേ എന്ന് ചോദിച്ചു. മറുപടി പറഞ്ഞത് മരുമകളാണ്. നിങ്ങളെ തനി സ്വഭാവേ ഇപ്പോഴാണ് ഞങ്ങൾക്കൊക്കെ മനസ്സിലായത്. ഇത് പറഞ്ഞു അവനും അവിടെ ഫോൺ വെച്ചു. ആ ഉമ്മ പതിയെ പതിയെ കരയാൻ തുടങ്ങി. പതിയെ പതിയെ അവരുടെ ശ്വാസത്തിന്റെ മിടിപ്പിന്റെ വേഗത കുറഞ്ഞു. തല ചുറ്റി വീണു. അയൽവാസികൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. 6 ദിവസം ICUയിലും വെന്റിലേറ്ററിലുമായി കഴിഞ്ഞു. പിന്നീട് ഈ ലോകത്തോട് ആ ഉമ്മ വിട പറഞ്ഞു. മരുമകളുടെ പീഡനം സഹിക്കാൻ കഴിയാത്ത രക്തസാക്ഷി. എന്റെ പ്രിയപ്പെട്ട ആൺമക്കളോട് പറയാനുള്ളത്, നിങ്ങളുടെ വലിയ കൊട്ടാരം പോലത്തെ വീട് വെച്ചിട്ടുണ്ട്, ക്യാമറ വെച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങളെ നോക്കിയ പോലെ, നിങ്ങളെ ഗർഭപാത്രത്തിൽ കൊണ്ടു നടന്നതുപോലെ, നിങ്ങൾ 1 വയസ്സും 2 വയസ്സും ഒക്കെ ആകുമ്പോ നിങ്ങളെ നോക്കിയ പോലെ നോക്കാൻ എത്ര കോടി ചെലവഴിച്ചാലും മോനെ നമുക്ക് കഴിയൂലടാ. കേട്ടല്ലോ, ഒരു മണിമാളിക പണിയുന്നു. ആ മണിമാളികയിൽ ഉമ്മയെയും പാപ്പയെയും നിർത്തുന്നു. വീട് വൃത്തിയാക്കാൻ വരുന്ന ഒരു സ്ത്രീയിലൂടെ ഉണ്ടായ, അല്ലെങ്കിൽ ആ സ്ത്രീയുടെ ചോദ്യത്തിന് പ്രായമായ ഉമ്മ കൊടുത്ത മറുപടി കൊണ്ട് അവസാനം മരണത്തിന് മുമ്പിൽ കീഴടങ്ങേണ്ടി വന്ന സംഭവം. പെൺമകൾ ഇടയ്ക്കിടയ്ക്ക് സുഖമില്ല എന്നറിയുമ്പോൾ മകള് വീട്ടിലേക്ക് വരും. അവരെയൊക്കെ ഒന്ന് സന്ദർശിച്ച് സുഖവിവരങ്ങൾ അറിഞ്ഞ് തിരിച്ചു പോകും. അവൾക്ക് ആ വീട്ടിൽ താമസിക്കാൻ കഴിയില്ല. കാരണം സ്വന്തം വീട്ടിൽ ഭർത്താവുണ്ട്, മക്കളുണ്ട്, മക്കളുടെ സ്കൂൾ പഠനം, ഭർത്താവിൻ്റെ ജോലി. അങ്ങനെ ഒരു ദിവസം മകൻ്റെ ഫോൺ വിളി കാണുന്നില്ല. തുടർച്ചയായ ദിവസങ്ങളിൽ മകൻ വിളിക്കാതെ കണ്ടപ്പോൾ അങ്ങോട്ടേക്ക് മൊബൈലിലൊന്ന് മകനെ വിളിക്കാൻ, സ്വന്തമായി നമ്പർ നെക്കി വിളിക്കാൻ ഉമ്മക്കോ ഉപ്പക്കോ അറിയില്ല. പരിസരത്തുള്ള ആളുകളോടൊക്കെ എൻ്റെ മകനെ ഒന്ന് വിളിച്ചു തരൂ എന്ന് പറയും. അങ്ങനെ 1 മാസ കാലയളവോളം മകൻ വിളിക്കുന്നില്ല. അറ്റാക്കിൻ്റെ വലിയൊരു മേജർ ഓപ്പറേഷൻ കഴിഞ്ഞ് മാസത്തിൽ 4000 5000 രൂപയുടെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന വാപ്പ മരുന്ന് കഴിക്കാൻ പണമില്ലാതെ, മരുന്ന് കഴിക്കാതെ 10 ദിവസമായി. കടം പോയി വാങ്ങാൻ വേണ്ടി ഈ പ്രായമായ ഉമ്മ വൃദ്ധനായ തൻ്റെ ഭർത്താവിനോട് പറയുന്നുണ്ട്, നിങ്ങൾ മരുന്ന് തൽക്കാലം കടം വാങ്ങും, മകൻ പണം അയച്ചാൽ നമുക്ക് കൊടുക്കാം. ആ വാപ്പ പറയുന്നുണ്ട്, ഈ മണിമാളികയിൽ താമസിക്കുന്ന ഞാനെങ്ങനെ കടം വാങ്ങാനാണ്. അവസാനം 1 മാസത്തിന് ശേഷം ആ മകൻ ഫോൺ വിളിക്കുന്നു. മകൻ്റെ ഫോൺ വിളിയിൽ രൂക്ഷമായ ശബ്ദമാണ്. കനപ്പിച്ച ശബ്ദത്തിൽ അവൻ ചോദിക്കുന്ന ഒരു കാര്യം, എന്നെയും എൻ്റെ മക്കളെയും കുറിച്ച് ഉമ്മാക്ക് പറയാനുള്ളതൊക്കെ കഴിഞ്ഞോ എന്ന് ശക്തമായ സ്വരത്തിൽ അവൻ ഉമ്മയോട് ചോദിക്കുന്നു. ഉമ്മ തിരിച്ചൊരു മറുപടി മാത്രം പറഞ്ഞു, നീ എന്താണ് ഈ പറയുന്നത്, എന്ത് പറഞ്ഞു എന്നാണ്. എന്തായാലും ഞാൻ നിന്നോട് വിളിച്ചത് വേറെ ഒന്നും പറഞ്ഞ് ബുദ്ധിമുട്ടിക്കാനല്ല. ഉപ്പാൻ്റെ മരുന്ന് കഴിഞ്ഞിട്ടുണ്ട്, വാങ്ങാനുള്ള പൈസൻ്റെ കാര്യം നീ മറന്നുപോയതാണോ? 10 ദിവസമായി മരുന്ന് കഴിക്കാതെ. കടം വാങ്ങാൻ പറയുമ്പോൾ ഉപ്പ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഉമ്മ ഫോൺ കട്ട് ചെയ്തു. തുടർന്ന് ഒരു ദിവസം മകളും മകളുടെ മകനും വീട്ടിൽ വന്നപ്പോൾ ആ ഉമ്മ മകളോട് പറഞ്ഞു, അവൻ ഫോൺ വിളിച്ചിരുന്നു, ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ആ മകൻ പറഞ്ഞു അത്രേ, ഉമ്മാമ്മയും ഉപ്പാപ്പയും വീട്ടിൽ നിന്ന് സംസാരിക്കുന്നത് കൂടി അവിടെ കേൾക്കാൻ പറ്റുന്ന രീതിയിലാണ് അവർ വീട്ടിൽ ക്യാമറ സംവിധാനിച്ചിട്ടുള്ളത്. നിങ്ങൾ പറയുന്നത് അവർ കേട്ടിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും ദേഷ്യം പിടിച്ചിട്ടുണ്ടാവുക. വീട്ടിൽ ആഴ്ചയിൽ 2 ദിവസം വീട് വൃത്തിയാക്കാൻ വരുന്ന ജോലിക്കാരി പെണ്ണൊരു ദിവസം ചോദിച്ചു, നിങ്ങൾക്ക് നിങ്ങളുടെ മരുമകളോട് ഇവിടെ വന്ന് നിൽക്കാൻ പറഞ്ഞൂടെ? അവൾ ഗൾഫിൽ ജോലിക്കൊന്നും പോകുന്നില്ലല്ലോ, ഭർത്താവിൻ്റെയും മക്കളുടെയും കൂടെ താമസിക്കല്ലേ. അപ്പോൾ ഉമ്മ പറഞ്ഞു അത്രേ, അവർക്ക് ഭക്ഷണമൊക്കെ തയ്യാറാക്കി കൊടുക്കണ്ടേ, മക്കളൊക്കെ ഉള്ളതല്ലേ. വീണ്ടും പറഞ്ഞു, എന്നാലും നിങ്ങൾ സുഖമില്ലാത്ത 2 ആളുകളല്ലേ എന്ന് പറഞ്ഞപ്പോൾ എന്തോ സ്വാഭാവികമായി ഉമ്മമാർ പറയുന്നത് പോലെ എന്തോ പറഞ്ഞുപോയി ആ ഉമ്മ. അത് അവരവിടെ നിന്ന് നല്ല വൃത്തിയിൽ കേൾക്കുകയും ചെയ്തു. അതിൻ്റെ വാശിയും അതിൻ്റെ ദേഷ്യവുമാണ് മകനും മകൻ്റെ ഭാര്യയും കൂടെ ഈ പാവപ്പെട്ട ഉമ്മയോട് കാണിച്ചത്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും വിളിച്ചപ്പോൾ ഉമ്മ അങ്ങോട്ട് പറഞ്ഞു, നീ ഞങ്ങൾ പറയുന്നതൊക്കെ കേൾക്കുന്ന ക്യാമറയാണല്ലേ വെച്ചിട്ടുള്ളത്. ഫോണിൻ്റെ മറുപക്ഷത്ത് മകനായിരുന്നില്ല, മകൻ്റെ ഭാര്യയായിരുന്നു. ഭാര്യ കൊടുത്ത മറുപടി, അതെ, നിങ്ങളുടെ ഉള്ളിരിപ്പൊക്കെ ഞങ്ങൾക്ക് ഇപ്പോഴല്ലേ മനസ്സിലായത്. ഫോൺ കട്ട് ചെയ്തു. ആ ഉമ്മ മെല്ലെ മെല്ലെ തേങ്ങിക്കരയാൻ തുടങ്ങി. ആ കരച്ചിൽ അവസാനം ഒരു വിങ്ങലായി മാറി. ഹൃദയമിടിപ്പുകൾ കൂടി, ശ്വാസോച്ഛ്വാസത്തിൻ്റെ നില വർദ്ധിച്ചു. അവസാനം തലകറങ്ങി ബോധരഹിതയായി വീണു. അയൽവാസികൾ ആരോ ഹോസ്പിറ്റലിലെത്തിക്കുകയും
ICUവിലും വെന്റിലേറ്ററിലും ഒക്കെയായി ഒരാഴ്ചയോളം അവസാനം ആ ഉമ്മ ഈ ലോകത്തോട് വിട പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ മകൻ്റെ ഭാര്യയുടെയും മാനസിക പീഡനത്തിനിരയായി മരണപ്പെട്ട ഒരു ഉമ്മ ആകെ ഒരു അത്താണിയായി, ആകെ ഒരു തണലായി, താങ്ങായി കൂടെ ഉണ്ടായിരുന്ന ഭാര്യയുടെ വേർപാടിൽ മനം നൊന്ത് എല്ലാം അവസാനിച്ചവനെ പോലെ കഴിയുന്ന പാവപ്പെട്ട ഉപ്പയും. എന്തായിരിക്കും ആ ഉപ്പയുടെ ഇപ്പോഴത്തെ അവസ്ഥ? പ്രിയപ്പെട്ടവരെ, പ്രായമായ ഉമ്മയെയും ഉപ്പയെയും പരിഗണിക്കാതെ ഭാര്യയുടെയും അല്ലെങ്കിൽ ഭർത്താവിൻ്റെയും ഒക്കെ വാക്കുകൾക്ക് വില കൽപ്പിച്ച് അല്ലെങ്കിൽ അവരുടെയൊക്കെ കൂടെ എന്തൊക്കെയോ നമുക്ക് തോന്നുന്നത് പോലെ നമ്മൾ കഥകൾ മെനഞ്ഞെടുത്ത് ആ പ്രായമായവർ പ്രായാധിക്യം കൊണ്ട് കാണിക്കുന്ന ചില ചേഷ്ടികളാണ് എന്നുപോലും മനസ്സിലാക്കാതെ നമ്മൾ അവരെ പരിഗണിക്കാതിരുന്നാൽ റബ്ബിൻ്റെ മുമ്പിൽ നമ്മൾ മറുപടി പറയേണ്ടി വരും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ കാലത്തും ഉമ്മമാരെ പരിഗണിക്കണം എന്ന് പറഞ്ഞ അങ്ങനെ ഒരു അധ്യാപനം പഠിപ്പിച്ച മതവുമാണ് ഇസ്ലാം. നബി തങ്ങളോട് ആരെയാണ് ഞാൻ ആദ്യം പരിഗണിക്കേണ്ടത്, ആർക്കാണ് ഞാൻ ആദ്യം സേവനം ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ നിന്റെ ഉമ്മയാണെന്ന് 3 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. മറ്റൊരിക്കൽ അമുസ്ലിമായ ഇസ്ലാം സ്വീകരിച്ച് ഇസ്ലാമിലേക്ക് വന്ന ഒരാൾ മുത്തുനബിയോട് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എൻ്റെ പിതാവ് അമുസ്ലിമാണ്, ഞാൻ അയാൾക്ക് റഹ്മത്ത് ചെയ്യേണ്ടതുണ്ടോ, അയാളോട് കരുണ കാണിക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, അയാൾ അമുസ്ലിമാണെങ്കിലും മുസ്ലിമാണെങ്കിലും നിന്റെ പിതാവാണ്, നീ കരുണ കാണിക്കൽ നിർബന്ധമാണ് എന്നായിരുന്നു. അത്രയും വലിയ പാഠങ്ങൾ പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. മുത്തനബിക്ക് മുലകുടി ബന്ധത്തിലൂടെ റസൂലുള്ളാഹിന്റെ ഉമ്മയായിരുന്ന ഹലീമ ബീവിയെ പിൽക്കാലത്തൊരിക്കെ അങ്ങാടിയിൽ വെച്ച് കണ്ടപ്പോൾ തോളിലുള്ള ഷാള് വിരിച്ചു കൊടുത്ത് അവിടെ ഇരുത്തി ആദരിച്ച് വേണ്ടതൊക്കെ വാങ്ങിക്കൊടുത്ത് പറഞ്ഞയച്ചിരുന്നുവെന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാം. മുത്തുനബിയും ഇസ്ലാമും പഠിപ്പിച്ച പാഠങ്ങൾ അതാവണം നമ്മുടെ ജീവിതത്തിൻ്റെ വഴികാട്ടി. അസ്സലാമു അലൈക്കും.